ഹായ് ഹലോ നമസ്കാരം. ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ഉണ്ടല്ലോ, വീണ്ടും സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ക്യൂ ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 2 കിലോൻ്റെ അടുത്തൊക്കെ തൂക്കം വരത്തക്ക രീതിയിലുള്ള പൈനാപ്പിളുകളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. കൊമേഴ്ഷ്യൽ വെറൈറ്റിയാണ് ഈ ക്യൂ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂ ക്രൗണിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മുള്ളില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് മുള്ളില്ലാത്തതല്ല, കുറച്ചൊക്കെ മുള്ള് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എങ്കിലും ഒരു മുള്ളില്ലാത്ത ഒരു ടൈപ്പ് പൈനാപ്പിൾ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ, തൈകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിൾ നമ്മൾ ബാക്കി ചെടികൾ അയക്കുന്ന പോലെ മണ്ണോട് കൂടിയല്ല അയക്കുന്നത് കേട്ടോ. നമ്മൾ മണ്ണില്ലാതെയാണ് അയക്കുന്നത്. ചകിരിച്ചോറിൽ പാക്ക് ചെയ്തിട്ടാണ് അയച്ചു തരാം. മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് ക്യൂ ക്രൗൺ പൈനാപ്പിൾ കണ്ടല്ലോ, മുള്ളില്ലാത്ത ഇനമാണ്. മുള്ളില്ലാത്തതെന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മുള്ള് കണ്ടു എന്ന് വരാം, പക്ഷേ മാനേജബിളാണ്. അപ്പോൾ ഈ പൈനാപ്പിളുള്ള തൈ കണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കിലുള്ളത്. ഇത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് പൈനാപ്പിൾ ഉണ്ടാകുന്നത്. ഇതുപോലെ ചെറിയ കവറിൽ, ഇതിപ്പോൾ ചെറിയ നഴ്സറി കവറിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ പോലും കായ്ച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് പൈനാപ്പിളിൻ്റെ ചെടി വരുന്നത്. അപ്പോൾ 120 രൂപയും പോസ്റ്റിൻ്റെ ചാർജുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത്. അടുത്തുള്ള പോസ്റ്റ് ഹൗസിലേക്ക് ആയിരിക്കും എത്തുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ട് നമ്മുടെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൽ പറയാം. അപ്പോൾ ജനറൽ കെയറിൽ നമ്മൾ സാധാരണ റീപോർട്ട് ചെയ്യരുതെന്ന് പറയും, പക്ഷേ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്യാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണോട് കൂടിയിട്ടല്ലല്ലോ അയക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയത് ഉടനെ തന്നെ ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു കവറിലേക്ക് വേഗം നട്ടുവയ്ക്കുക. നടുമ്പോൾ വെറും പ്ലെയിൻ മണ്ണിൽ മാത്രം നടാൻ ശ്രദ്ധിക്കുക. ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കരുത്, കൊക്കോപീറ്റ് അതിലേക്ക് ഇടരുത്, ഒന്നും വേണ്ട. വെറുതെ പ്ലെയിൻ മണ്ണ് മാത്രം ഇട്ട് നിറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു വലിയ പ്ലാന്റിൻ്റെ താഴെ ഒരാഴ്ച കൊണ്ട് വയ്ക്കുക. അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പതുക്കെ സൺലൈറ്റിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് കുറച്ച് പ്രകാശത്തിലേക്ക് നീക്കി കൊണ്ടുവന്ന് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഫുൾ സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പ്ലാന്റിന് നല്ലപോലെ സൺലൈറ്റ് വേണം, നല്ല സൂര്യപ്രകാശം വേണം, എന്നാലാണ് നന്നായിട്ട് കായ്ക്കുള്ളൂ. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കൈപ്പിടി ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി കൂട്ടിയിട്ടുള്ള മിക്സ് ഒരു കൈപ്പിടി നമുക്ക് ചെടിയുടെ കടക്കിലിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം 1 ഇഞ്ച് കനത്തിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടിയിട്ട് പ്ലാന്റിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാറ്റം ഫോസിൻ്റെ 20 വാങ്ങും കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ഒരു 10 to 12 മണികൾ ഇതിൻ്റെ ചുറ്റോറിട്ടിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിന് കാൽഷ്യം അത്യാവശ്യമാണ് നമ്മുടെ പൈനാപ്പിളിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് കൊടുക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് എൻ്റെ ചുറ്റോറിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊരു 4 മാസം ഇതേ രീതിയിൽ തന്നെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടിയിട്ടുള്ള മിക്സ് കൊടുക്കുക. അതിനുശേഷം 10 ദിവസം കഴിയുമ്പോൾ ഫാറ്റം ഫോസിൻ്റെ 20 കൊടുക്കുക. അതൊരു 40 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക. ഒരു 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് ഈ ഫാറ്റം ഫോസിൻ്റെ 20 കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂണ് പൊട്ടാഷ്യം കൂടി കൊടുത്തു തുടങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇതിൽ പൊട്ടാഷ്യം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു 2 നേരം നല്ലപോലെ നനയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്സം സോൾട്ടും കൂടി കൊടുക്കാവുന്നതാണ്. എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ എപ്സം സോൾട്ട് ലയിപ്പിച്ചിട്ട് ഇലകളിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതൊരു 2 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തൈകൾ കണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് friendsville.in എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകളുടെ കാര്യം കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പുതിയ ചെടികൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.